ഹലോ എവരി വൺ, വെൽക്കം ടു നർച്ചിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടെയിൽസ് എന്ന സിനിമയിലൂടെ നമ്മുടെ ഒപ്പം മുന്നിലെത്താൻ പോകുന്ന രണ്ട് പേരാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ വലിയൊരു വിശേഷം നടക്കാൻ പോകുന്നത് സിനിമ റിലീസിന് ഒരുങ്ങി. അപ്പം ഈ മലബാർ ടെയിൽസ് എന്ന സിനിമയെ പറ്റി ഒന്ന് പറയാമോ? മലബാർ ടെയിൽസ് ഒരു ആന്തോളജി മൂവീസാണ്. 5 മൂവി ഉള്ളതാണ്. അതിൽ ലത ചേച്ചി ശതാഭിഷേകത്തിൽ, ഞാൻ ബംഗ്ലാവ് രണ്ട് കഥകളിലൂടെ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റേത് ഒരു ശതാഭിഷേകം, അതായത് എൻ്റെ ഫാദറിനോടെ ബർത്ത്ഡേ ഒരു സെലിബ്രേഷന്, ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് കാണിക്കുന്നത്. അതിൽ മൂത്ത മകൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഫങ്ഷനും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു ഫാമിലിയായിട്ട് നല്ല കുഞ്ഞു കഥ, നല്ല സ്റ്റോറി. എൻ്റെത് അത് ശരിക്കും ഒരു മെസ്സേജും കൂടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വലിയ വലിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാതെ നമ്മളൊക്കെ വെളിനാട്ടിലായിരിക്കും, പുറത്തായിരിക്കും. അപ്പം ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സംഭവ വികാസങ്ങളാണ് കൂട്ടിയിട്ട വീട്ടിൽ നടക്കുന്നത്. അപ്പൊ ഈ കഥയുടെ പേരാണ് മലബാർ ടെയിൽസ് എന്നാണ്. അപ്പൊ നമ്മുടെ ഈ എല്ലാ കഥകളും പറഞ്ഞു വരുന്നത് ആ ഏരിയയിലാണോ? മലബാർ എന്ന് പറയുന്ന ഏരിയയിലാണോ? മലബാർ ഭാഗത്ത് നടക്കുന്ന കഥകൾ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നത്? സാറും മലബാറിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം. അല്ല, നമ്മുടെ കഥകളിൽ അങ്ങനെ പ്രത്യേകിച്ച് അവിടുത്തെ രീതികളോ അവിടുത്തെ ഇതുങ്ങളും അവിടെ നടക്കുന്ന ഒരു ജീവിത രീതികൾ തന്നെയാണ് കാണിക്കുന്നത് മലബാർ ഭാഗത്ത് നടക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞു ജോയിന്റ് ഫാമിലി ആണെന്ന്. പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് ജോയിന്റ് ഫാമിലി ഭയങ്കര കുറവല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മള് പോലും ഒരു ന്യൂക്ലിയർ ഫാമിലി ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ മാം എങ്ങനെ ജോയിന്റ് ഫാമിലി വളർന്ന ആളാണോ? ജോയിന്റ് ഫാമിലിയിൽ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് നാള് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിൽക്കാൻ ഒരു അവസരം ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോഴും അതാണ് ഏറ്റവും ഇഷ്ടം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ സിനിമയില് ഉള്ള ആ ഫാമിലിയും ഇപ്പൊ ആ മാം ജീവിച്ച ഒരു രീതിയൊക്കെ ഇതിനകത്തെ 3 ആൺമക്കളുടെ ഭാര്യമാരും 2 സിസ്റ്റേഴ്സും ആയിരുന്നു. അവരൊരുമിച്ച് കൂടുന്ന ഒരു ഇതാ കാണിച്ചേ. ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും തീർച്ചയായിട്ടും അതൊരു ഭയങ്കര രസമാണ്. പക്ഷെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആവാൻ ഞാനടക്കം ആദ്യം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ പോയി കഴിയുമ്പോഴേ അറിയുന്ന ഈ ജോയിന്റ് ഫാമിലിയുടെ ഒരു സുഖവും അതിനകത്തുള്ളൊരു എന്താ പറയുക, നമുക്കൊക്കെ ഉള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആ സമയത്താണ്. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴത് മനസ്സിലാക്കുന്നത്. കൊച്ചായിരിക്കുമ്പോൾ അത്ര അറിയത്തില്ല. പിന്നെ ഇപ്പൊ പ്രസീതയുടെ കഥയാണെങ്കിൽ പുറത്ത് പോയി ജീവിച്ചു, പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. അപ്പൊ വീടിനെ പറ്റിയതൊക്കെയാണല്ലോ. അപ്പൊ ശരിക്ക് ഈ പറയുന്ന കഥയും നമ്മളെ ചുറ്റും പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും അങ്ങനെ ആരെങ്കിലും റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയ? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വീടിന്റെ അവസ്ഥകൾ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എത്രയോ വലിയ വലിയ സൗധങ്ങൾ കേരളത്തില് കൂട്ടിക്കെട്ടിട്ടിരിക്കുന്നത്, വീടില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എത്രയോ പേർക്ക് വീടില്ല, പക്ഷെ ഇത് അനാവശ്യമായിട്ട് കെട്ടിപ്പോക്കി ഇഷ്ടം പോലെ വീട് നാട്ടിലുണ്ട് തന്നെ. ശരിക്കും നമുക്ക് ചിന്തിക്കാൻ ഉള്ളൊരു സ്കോപ്പ് ഉള്ളത് ആ വീട്ടിൽ നടക്കുന്ന രസകരമായ ഒരു കോമഡി ഒരു ഇതിൽ എടുത്തിരിക്കുന്നത്. മാമിന്റെ കുറച്ചുകൂടി സീരിയസ്.